This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 31 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നാം പഠിച്ചു. 3-ാം അധ്യായം 21-ാം വാക്യം തുടങ്ങി സകല മാനവജാതിക്കും പകരക്കാരനായ യേശു വന്നതും യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ വീണ്ടെടുത്ത് തൻ്റെ നീതി വെളിപ്പെടുത്തിയതും ആ ദൈവനീതിയിലുള്ള വിശ്വാസത്താൽ, ആ വീണ്ടെടുപ്പിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ നീതിയായി കണക്കാക്കുന്നു എന്നും 4-ാം അധ്യായത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു. 5-ാം അധ്യായത്തിൽ ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 17-ാം വാക്യത്തിൽ ദൈവ കൃപയുടെയും നീതി ദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് നാം മനസ്സിലാക്കി. അതായത് പാപത്തിൻ്റെ അനന്തരഫലങ്ങളായ എല്ലാ ശത്രുക്കളുടെ മീതെയും മനുഷ്യന് ഒരു അധികാരമുണ്ട്, ജയമുണ്ടെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ മേലുള്ള നമ്മുടെ അധികാരത്തെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പാപത്തിൻ്റെ മീതെ നമുക്കൊരു ജയമുണ്ട്, ഒരു അധികാരമുണ്ട്. സുവിശേഷം പാപമോചനം മാത്രമല്ല, പാപത്തിൻ്റെ മേലുള്ള ജയത്തെയും അധികാരത്തെയും നമുക്ക് തരികയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവനീതി പ്രാപിച്ചവൻ പാപത്തിൻ്റെ മേൽ ജയമെടുക്കുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ദൈവം പൂർത്തീകരിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നാമും യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു. അതുകൊണ്ട് നാം പാപത്തിന് മരിച്ചവർ ആയി തീർന്നിരിക്കുകയാണ്. ദൈവത്താൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു ചരിത്ര സത്യമാണ് ഞാൻ നിങ്ങളുമായി കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത്. എന്നാൽ ഈ ആത്മീയ സത്യം എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവമാകുന്നതെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായ 3 പോയിന്റുകളിലൂടെ വ്യക്തമാക്കി. 1, ഈ ആത്മീയ സത്യത്തെ നാം അറിയണം. 2, നാമും ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിനായി ജീവിക്കുന്നവർ എന്ന് നമ്മളെ തന്നെ എണ്ണുവാൻ തുടങ്ങണം. 3-മതായിട്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ ശരീരങ്ങളെ നീതിക്ക് ആയുധങ്ങളാക്കി സമർപ്പിക്കണം. നമ്മെ തന്നെ നീതിക്ക് ദാസന്മാരാക്കി സമർപ്പിക്കണം. നമ്മെ തന്നെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അങ്ങനെ നാം ഈ സത്യം അറിഞ്ഞ് ഈ സത്യത്തെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവം ആകുവാൻ തുടങ്ങും. എന്നാൽ ഇത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധയാത്മാവിൻ്റെ പ്രവൃത്തി നാം അറിയേണ്ട ആവശ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. 1, നമ്മുടെ അകത്തുണ്ടായ ആത്മാവിൻ്റെ പുതുക്കത്തെ നാം തിരിച്ചറിയണം. നാം ഇനി ദൈവത്തെ സേവിക്കുന്നത് ആത്മാവിൻ്റെ പുതുക്കത്തിലാണ്. 2-മതായിട്ട് ഈ ആത്മാവിൻ്റെ നിറവിൽ നാം ജീവിക്കുവാൻ ആരംഭിക്കണം. 3-മതായിട്ട് ഈ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കാൻ തുടങ്ങണം. അങ്ങനെ അകമയുള്ള ആത്മാവിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കുകയും ആത്മനിറവിൽ ജീവിക്കാൻ തുടങ്ങുകയും ആത്മാവിൻ്റെ നടത്തിപ്പിനൊത്ത് നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ പാപത്തിൻ്റെ മീതെ നിരന്തരം ജയമെടുക്കുന്നവരായി നാം തുടരും. ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർത്തീകരിച്ച എല്ലാ കൃപകളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമാക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം
36 അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം തരുമെന്നാണ്. ഒരു പുതിയ ഹൃദയം മാത്രമല്ല തരുന്നത്, ഒരു പുതിയ ആത്മാവിനെയും കൂടെ തരുകയാണ്. അത് നമ്മുടെ അകത്തുള്ള മനുഷ്യാത്മാവിൻ്റെ കാര്യം പറയാണ്. മനുഷ്യാത്മാവിനെ നവീകരിച്ച് പുതുക്കുന്ന കാര്യം പറയാണ്. 27 വാക്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്ന് പറയുന്നു. പുതിയ ഹൃദയം തരുന്നു, പുതിയ ആത്മാവിനെ തരുന്നു. മൂന്നാമതായിട്ട് അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് നമ്മെ അവൻ്റെ ചട്ടങ്ങളിൽ നടത്തുമാറാക്കുന്നു. നാം അവൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിച്ച് അനുസരിക്കുകയാണ്. അത് നമ്മുടെ അകത്ത് വന്ന ആത്മാവിൻ്റെ പുതുക്കത്തിലാണ്. മനുഷ്യാത്മാവിനെ പുതുക്കി അല്ലെങ്കിൽ അതിനെ പുതുതാക്കി തീർത്ത് തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്താക്കി ദൈവം നമ്മെ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടത്തുവാനുള്ള കൃപ തരുകയാണ്. റോമാലേഖനം 7 അധ്യായത്തിൻ്റെ 6 വാക്യം ഇങ്ങനെ പറയുന്നു, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നാം യേശുക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണത്തിന് മരിച്ചവരായി തീർന്നിരിക്കുകയാണ്. ഇനി നാം ദൈവത്തെ സേവിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ അക്ഷരത്തിലൂടെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ശക്തിയിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ നാം അനുസരിക്കുകയല്ല. നാം ന്യായപ്രമാണത്തിന് മരിച്ച് ആത്മാവിൻ്റെ പുതുക്കം പ്രാപിച്ചവരായതുകൊണ്ട് ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ആത്മീയ സത്യം നിങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. നാം ന്യായപ്രമാണത്തിന് മരിച്ചവരാണ്. നമുക്കിനി ന്യായപ്രമാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനർത്ഥം ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കേണ്ട എന്നാണോ? അല്ല. നാം കൽപ്പനകൾ അനുസരിക്കുന്നത്, ദൈവവചനത്തിൻ്റെ തത്വങ്ങൾ പാലിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് നമ്മുടെ അകത്തു വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. നാം ന്യായപ്രമാണത്തിലല്ല, ന്യായപ്രമാണത്തിന് മരിച്ചവരാണെന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് മരിച്ചവർക്ക് ഇനി ഒരു പുതിയ ന്യായപ്രമാണം നാം ഉണ്ടാക്കരുത്. ലീഗലിസം അരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നിനി നാം പറയേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെ ആത്മാവിൻ്റെ പുതുക്കത്തെ തിരിച്ചറിയുവാനും അവൻ്റെ അകത്ത് വന്ന ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനും മാത്രം പഠിപ്പിച്ചാൽ മതി. അവൻ ദൈവകൃപയിൽ ക്രമത്തിൽ വളർന്നോളും. അവൻ എപ്പോഴെങ്കിലും ഒരു പാപം ചെയ്താൽ, വചനം ലംഘിച്ചാൽ അവൻ്റെ അകത്തുള്ള ആത്മനിറവ് നഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ നിശ്ചയമായും ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെട്ട് തിരിച്ചറിഞ്ഞ് വേഗത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിലേക്ക് മടങ്ങി വന്നുകൊള്ളും. ഒരു മനുഷ്യനെ നടത്തുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിക്കുന്നവന് ഇനി പാപം ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ അകത്തു വന്ന ആത്മാവിനെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ജീവിക്കാൻ. രണ്ടാമതായി, ആത്മനിറവിൽ നാം ജീവിക്കണം. ഗലാത്യ ലേഖനത്തിൽ ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഗലാത്യ ലേഖനം 5 അധ്യായത്തിൻ്റെ 25 വാക്യം, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം ജീവിക്കുന്നത് ആത്മാവിനാലാണ്. എങ്ങനെയാണ് ആത്മാവിനാൽ ജീവിക്കുന്നത്? പരിശുദ്ധ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവിലേക്ക് വന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ പുതുക്കി മനുഷ്യൻ്റെ ആത്മാവിൽ ഇപ്പോൾ അവൻ തുടരുകയാണ്.
എന്നാൽ പരിശുദ്ധ ആത്മാവ് എൻ്റെ ആത്മാവിൽ മാത്രം തുടരുന്നെങ്കിൽ എനിക്ക് അവനെ അനുഭവിക്കാൻ കഴിയത്തില്ല. ഞാനൊരു വികാര ജീവി ആയതുകൊണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിലും എൻ്റെ വികാരങ്ങളിലും എൻ്റെ ഇന്ദ്രിയങ്ങളിലുമൊക്കെ ഇടപെടുമ്പോഴാണ് ഞാൻ അവനെ അനുഭവിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ ജീവൻ കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഹൃദയത്തെ എല്ലായ്പ്പോഴും നിറയ്ക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ ജീവിക്കുന്നത് ഈ ആത്മനിറവിനാൽ മാത്രമാണ്. എന്നാൽ പാപം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മനിറവ് നഷ്ടപ്പെടുകയാണ്. കാരണം പാപത്തിനും, അതായത് പാപത്തിൻ്റെ സാന്നിധ്യത്തിനും ആത്മാവിൻ്റെ സാന്നിധ്യത്തിനും ഒരുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ തുടരുക അസാധ്യമാണ്. അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും ജഡത്തിൽ നടന്നാൽ, കൽപ്പനകൾ ലംഘിച്ചാൽ, പാപം ചെയ്താൽ ക്ഷണത്തിൽ നമ്മുടെ ഹൃദയം ശൂന്യമാകും, നമ്മുടെ ഹൃദയം ബലഹീനമാകും. നിങ്ങൾ വീണ്ടും പാപത്തിൽ തുടർന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മരണം തന്നെ അനുഭവിക്കും. എന്താണ് മരണത്തിനർത്ഥം? ദൈവവുമായുള്ള വേർപെടലാണ്. ദൈവജീവൻ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മരണം. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിൻവലിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദൈവസാന്നിധ്യം, ആത്മസാന്നിധ്യം നിങ്ങളുടെ ആത്മാവിലേക്ക് ഉൾവലിഞ്ഞു. ഇപ്പോൾ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു ദൈവത്തിൻ്റെ പൈതൽ എല്ലാ സമയവും ആത്മനിറവിൽ ജീവിക്കേണ്ടവനാണ്. നിങ്ങൾ ആത്മനിറവിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യുവാൻ കഴിയുന്നതല്ല. നിങ്ങൾ ആത്മനിറവിൽ തുടരുമ്പോൾ പാപത്തിൻ്റെ മേൽ നിങ്ങൾക്ക് വലിയൊരു ജയമുണ്ട്. കാരണം നിങ്ങൾ ജഡത്തിലല്ല, ഇപ്പോൾ ആത്മാവിലാണ് ജീവിക്കുന്നത്. റോമാലേഖനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം ജഡത്തിൽ അല്ല, ആത്മാവിലത്രേ ജീവിക്കുന്നത്. നാം ആത്മാവിൽ ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ആത്മസാന്നിധ്യത്തെ അനുഭവിക്കുമ്പോഴാണ്. ആ ആത്മസാന്നിധ്യത്തിൽ നമുക്ക് ആത്മാവിൻ്റെ എല്ലാ ഫലവും അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞ് ആ ആത്മസാന്നിധ്യത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആത്മാവിൻ്റെ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, ഇന്ദ്രിയജയമുണ്ട്. ഇതെല്ലാം ആത്മാവിൻ്റെതാണ്. ആത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളൂടെ പറയട്ടെ. വേദപുസ്തകത്തിൽ ഒരു വചനം പറയുന്നു, യഹൂദന്മാർ കോപം കൊണ്ട് നിറഞ്ഞവരായി തീർന്നു. അർത്ഥം, കോപം എന്ന വികാരമാണ് അവരുടെ മുഴുവൻ ഫാക്കൽറ്റീസിനെ നിറച്ചിരിക്കുന്നത്, അഥവാ സ്വാധീനിക്കുന്നത്, അഥവാ നിയന്ത്രിക്കുന്നത്. അവരുടെ ചിന്തകളെ, അവരുടെ വാക്കുകളെ, അവരുടെ പ്രവൃത്തികളെ, അവരുടെ ഇന്ദ്രിയങ്ങളെ മുഴുവനും സ്വാധീനിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്നത് കോപമെന്ന വികാരമാണ്. മറ്റുദാഹരണം പറഞ്ഞാൽ, ജനം ഭയം കൊണ്ട് നിറഞ്ഞവരായി തീർന്നു. എന്താ അർത്ഥം? ഇപ്പോൾ ഭയമെന്ന വികാരമാണ് അവരുടെ ബുദ്ധിയെ, ഹൃദയത്തെ, അവരുടെ ഇന്ദ്രിയങ്ങളെ, വാക്കിനെ, അവരുടെ ചലനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ആത്മനിറവെന്ന് പറയുമ്പോൾ ഒരുവൻ്റെ അകത്തുള്ള ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് അവൻ്റെ ഇന്ദ്രിയങ്ങളെ, അവൻ്റെ വികാരങ്ങളെ എല്ലാം സ്വാധീനിക്കുകയാണ്. തന്നിമിത്തം അവന് ഇന്ദ്രിയജയമുണ്ട്, അവന് പാപം ചെയ്യേണ്ട ആവശ്യമില്ല. പാപത്തിൻ്റെ മേൽ ജയമെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ പുതുക്കത്തെ തിരിച്ചറിയുകയും നമ്മുടെ അകത്തു വന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ പാപത്തിൻ്റെ മീതെ നമുക്ക് ജയം ലഭിക്കുകയാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ അകത്ത് വന്ന ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. ഗലാത്യലേഖനം
5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം ജഡ അഭിലാഷം ആത്മാവിനും ആത്മ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. എൻ്റെ ജഡം പാപം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ അകത്തുള്ള ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ആത്മാവിൻ്റെ നിയോഗത്തിൽ മാത്രം ഞാൻ നടന്നെങ്കിൽ മാത്രമേ എനിക്ക് ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതെ പാപം ചെയ്യാതെ വിജയകരമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ അകത്ത് പരിശുദ്ധ ആത്മാവുണ്ട്. ആ ആത്മാവ് എല്ലായ്പ്പോഴും നമ്മളെ നയിക്കുകയാണ്. ആ ആത്മാവിൻ്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞാൽ, ആത്മനടത്തിപ്പിൽ ജീവിച്ചാൽ നമുക്ക് പാപത്തിൻ്റെ മീതെ നിരന്തരമായ ജയമുണ്ടായിരിക്കും. മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഇനി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആത്മാവിൻ്റെ പുതുക്കത്തെ തിരിച്ചറിഞ്ഞ് ആത്മനിറവിൽ ജീവിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും മാത്രമല്ല, ഈ ആത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ മരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ശരീരം പാപത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ മരിപ്പിക്കണം. ശരീരം പറയുന്നത് കേൾക്കാതെ, പാപത്തിൻ്റെ സ്വാധീനത്തിന് എൻ്റെ അവയവങ്ങളെ കൊടുക്കാതെ, എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മശക്തിയാൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ മരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എങ്ങനെയാണ് ഈ അവയവങ്ങളെ മരിപ്പിക്കുന്നത്? അതെൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മനിറവിൽ ജീവിക്കുകയും ആത്മാവിനൊത്ത് നടക്കുകയും ചെയ്യുമ്പോൾ പാപം എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സ്വാധീനിച്ച് അതിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രേരിപ്പിക്കുമ്പോൾ എൻ്റെ അകത്തുള്ള ആത്മാവിനാൽ എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പാൻ ദൈവം എനിക്ക് കൃപ തരുകയാണ്. ഈ വാക്യത്തിന് തൊട്ട് മുമ്പ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനോടുകൂടെയുള്ള നമ്മുടെ ക്രൂശീകരണവും മരണവും അടക്കവും പുനരുത്ഥാനവും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന കാര്യമാണ്. അതായത് ക്രിസ്തു നമ്മുടെ പകരക്കാരനാണ്. ക്രിസ്തുവിനോട് ചെയ്തത് നമ്മോടും ചെയ്തിരിക്കുകയാണ്. ക്രിസ്തുവിന് സംഭവിച്ചത് നമുക്കും സംഭവിച്ചതായി ദൈവം കണക്കാക്കുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ പകരക്കാരനാണ്. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ദൈവഹൃദയത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും സംഭവിച്ചു കഴിഞ്ഞു. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമാകേണ്ടതിനാണ് അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നത്, നിങ്ങളുടെ ആത്മാവിനെ പുതുക്കിയത്. ആ ആത്മാവിൻ്റെ പുതുക്കത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുമ്പോൾ പാപത്തിൻ്റെ മീതെ നിങ്ങൾ ജയമെടുക്കാൻ തുടങ്ങും. ആ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് തുടർമാനമായി പാപത്തിൻ്റെ മേൽ ജയമെടുക്കുന്ന ദൈവകൃപ നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. പാപത്തിൻ്റെ മീതെ നിങ്ങൾക്ക് വലിയൊരു ജയമുണ്ട്.
ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി പാപത്തിൻ്റെ മീതെ വാഴ്ച നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള അത്യന്തമായ ശക്തി ദൈവം നിങ്ങൾ വെളിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.